ഇന്ന് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നവരാണെന്നുള്ള സത്യാവസ്ഥ കോട്ടയത്തുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ രണ്ട് കേരള കോൺഗ്രസ് നമ്മൾ നിൽക്കുന്ന എടുത്ത് പരിശോധിച്ചാൽ അവരെന്തിനു വേണ്ടി ഇത് നിലനിന്നു? കോട്ടയത്തിന്റെ വികസനം, അതല്ലെങ്കിൽ കോട്ടയത്തിന്റെ റബ്ബർ മില്ല, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി കേരള കോൺഗ്രസുകൾ പ്രവർത്തനം നടത്തിയെങ്കിൽ അതിലൊരു തരത്തിലുള്ള പ്രോഗ്രസും ഇതുവരെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സജി ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തതിൽ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെയധികം അഭിമാനമുണ്ട്. അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ നിലപാട് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് റബ്ബറിന്റെ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ആവശ്യമില്ല. നമുക്ക് ഇപ്പൊ തന്നെ റബ്ബറിനെ കുറിച്ച് ഇന്നലെ തന്നെ ഞാൻ റബ്ബർ ബോർഡ് ചെയർമാനുമായി കണ്ടിരുന്നതാണ്. കാര്യം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിക്കാതെ പോയി റബ്ബറിന്റെ ഷീറ്റ് എടുത്ത് മുണ്ടെടുക്കുകയും അതിന്റെ ഇല കൊണ്ട് ഉടുപ്പുണ്ടാക്കി സാധാരണ കൊണ്ടുപോയി ചുമ്മാ പത്രമാധ്യമങ്ങൾ വാർത്ത ഉണ്ടാക്കാനല്ലാതെ UPA സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് അതിന്റെ ഭരണത്തിൽ അന്നിരുന്ന MP-മാർ തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്ന രണ്ടുപേരും. അവർ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് കഴിയാത്ത കാര്യം ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടും ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് അവിടെ പോയി പറയുവാനോ അതിനൊരു പരിഹാരം കാണുവാനോ എന്തെങ്കിലും ചെയ്യാനോ ഇവർക്ക് കഴിഞ്ഞില്ല. ഞാൻ മത്സരിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി ഈ കാര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയോടും അതുപോലെ രണ്ടാഴ്ചയോടും ഉൾപ്പെടെ അതുപോലെ തന്നെ അമിത്ഷാജിയോടും ഉൾപ്പെടെയുള്ളവരോട് ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുകയും ഞാനിവിടെ വന്ന് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. കാര്യം കോമ്പൗണ്ട് റബ്ബറിന്റെ ഇമ്പോർട്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ ഏഷ്യൻ കൺട്രികളിൽ നിന്ന് ഇപ്പോഴും 10% ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോമ്പൗണ്ട് റബ്ബർ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ഒറിജിനൽ റബ്ബർ തന്നെയാണ് കൊണ്ടുവരുന്നത്, നാച്ചുറൽ റബ്ബർ തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിനകത്ത് എന്തെങ്കിലും മിക്സ് ചെയ്ത് അത് കോമ്പൗണ്ട് റബ്ബറാക്കി അത് നേരെ 10% ഡ്യൂട്ടിക്ക് ഇവിടെ ഇറക്കുകയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുത്ത് അത് ഏതാണ്ട് ഇപ്പം നമ്മുടെ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും മറ്റുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഏഷ്യൻ കൺട്രീസ് ഒഴികെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇപ്പൊ ഏതാണ്ട് അതിന്റെ ടാക്സ് കൂട്ടിയുകൊണ്ട് നമ്മുടെ റബ്ബറിന്റെ വിലയ്ക്ക് ഒരു കാരണവശാലും കുഴപ്പം വരുന്നതല്ല. ഈ പ്രശ്നം കൊണ്ട് തീർത്താൽ റബ്ബറിന്റെ വില നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ വരും. കാരണം നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കി, സാധാരണ ഒട്ടുപാൽ എടുത്ത് ഈ പറയുന്ന നമ്മൾ വെറുതെ നമ്മുടെ റബ്ബർ ബാൻഡ് ഉണ്ടാക്കിയിട്ട് ആ റബ്ബർ ബാൻഡിന്റെ 1 കിലോയുടെ വിലയും ഒരു ഒട്ടുപാലിന്റെ വിലയും തമ്മിലൊന്ന് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കി. ഒരു സാധാരണ റോ മെറ്റീരിയലും ഒരു പ്രോഡക്റ്റും തമ്മിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഈ ഓരോ റബ്ബർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഓരോ ആളുകൾക്കും മാർജിൻ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ കർഷകർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്ന സത്യാവസ്ഥ. കാരണം ഞാനും ഒരു റബ്ബർ കർഷകൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം അതിനെക്കുറിച്ച് ഇവരാരും പഠിക്കുകയോ ഒരു പരിഹാരം കാണുവാനോ ശ്രമിക്കാതെ ഘോരഘോരം പ്രസംഗിക്കുകയും ഇത്രയും നാളുകളായി കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് ഈ പറയുന്ന റബ്ബർ കർഷകരുടെ പ്രശ്നം തീർക്കും എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയതല്ലാതെ ഒന്നും തന്നെ അവർക്ക് ചെയ്യുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ കൂട്ടായ്മയിലൂടെ തീർച്ചയായും ഇന്ത്യയിലെ ഒരു ഘടകകക്ഷിയായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന റബ്ബറിന്റെ വിഷയങ്ങൾ അവസാനിപ്പിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ധൈര്യമായി നമ്മുടെ എല്ലാ ആളുകൾക്കും നിങ്ങൾക്ക് വാക്ക് കൊടുക്കാം. കാര്യം എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഉറപ്പുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കോട്ടയം സംബന്ധിച്ചോളം ഇവിടുത്തെ നമ്മുടെ ടൂറിസം മേഖലയുടെ അവസ്ഥ എന്താണ്? ഇവിടെ ടൂറിസം മേഖലയുടെ അവസ്ഥ എന്ന് പറയുന്നത് നാച്ചുറലായി ഉണ്ടായിട്ടുള്ള ടൂറിസം എന്നുള്ളതല്ലാതെ അതിന് യാതൊരു ഡെവലപ്മെന്റും ഉണ്ടാക്കുവാൻ വേണ്ടി ഇതുവരെ അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. നമുക്കത് നിസ്സാരമായി ഈ പറയുന്ന അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുവാനും അവിടെ ടൂറിസ്റ്റുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന മുഴുവൻ അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൂടാതെ നമുക്ക് ഈ പിൽഗ്രിം ടൂറിസം ഏറ്റവും പ്രധാനപ്പെട്ട അടക്കാൻ പറ്റുന്ന ഒരു ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത്. കാര്യം ഇവിടെ സംബന്ധിച്ചോളം അവിടെ ഒരുപാട് പ്രധാനപ്പെട്ട പള്ളികൾ, അതുപോലെ ശബരിമല ഉൾപ്പെടെയുള്ള ആളുകൾ പോകണമെന്നുണ്ടെങ്കിൽ കോട്ടയം വഴി വേണം പോകാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ടുകൾ നമുക്ക് കേരളത്തിൽ നടപ്പാക്കുവാൻ കഴിയും. ഇതൊക്കെ നമുക്ക് നടപ്പിലാക്കി നമുക്ക് കോട്ടയത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുവാനും കേരള കോൺഗ്രസ് എന്തിനുണ്ടായി അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ കൂടെ മറ്റുള്ള 2 കേരള കോൺഗ്രസുകാർക്കും ഒരു മറുപടിയായി നിങ്ങൾ കൂടുതൽ വളർന്നു വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് കോട്ടയത്തും അതുപോലെ മറ്റുള്ള പരിസര പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും സംഘടനാ സംവിധാനം സജീവമാക്കി നിങ്ങളൊക്കെ നിന്നാൽ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന്
ഏതായാലും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ 400-ൽ പരം സീറ്റുമായി ഈ പറയും NDA ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമ്മുടെ മുമ്പിലില്ല. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്നത്. നാളെ നമ്മളെല്ലാവരും ഇന്ത്യ ഗവൺമെന്റിന്റെ കൂടെ, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കൂടെ ഉള്ള ആളുകളാണ് എന്ന തിരിച്ചറിവും ചക്കുറപ്പോടും കൂടെ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യം കൃത്യമായി നടപ്പിലാക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന അനുഭവങ്ങളിലൂടെ അറിയാവുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. അതുകൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം തീവ്രവാദത്തെ കുറിച്ചോ ലവ് ജിഹാദിനെ കുറിച്ചോ ഇവിടെ ഈ പറയുന്ന 2 സ്ഥാനാർത്ഥികളും ഒരക്ഷരവും പറയുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ റബ്ബറിന്റെ വിഷയത്തെ കുറിച്ചും ഇവരാരും ചർച്ച പോലും ചെയ്യുന്നില്ല. വില കൂട്ടാനുള്ള കാര്യം പറഞ്ഞാൽ വേറെ വിഷയങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ലവ് ജിഹാദിനെ കുറിച്ച് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരു ഉത്തരവ് കൂടെ ആർക്കുമില്ല. ഇവിടെ തീവ്രവാദം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ കയറ്റി അയക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ലവ് ജിഹാദ് ഇവിടെ നിലനിൽപ്പുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി AK ആന്റണി ഉൾപ്പെടെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞിട്ട് പോലും അതിനൊരു നടപടി എടുക്കുവാനോ അതിനെക്കുറിച്ചൊരു വാ തുറക്കുവാൻ വേണ്ടി പോലും MP-മാർ എന്നുള്ള നിലയ്ക്ക് ഇന്ന് വരെ ഇവർ ആരെങ്കിലും സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടോ? ഇത് ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരിൽ 1% പോലും ആളുകൾ ഇതിനെ അനുകൂലിക്കുന്നവരല്ല. ആയി പറയുന്ന 1%-ൽ താഴെ നിൽക്കുന്ന ആളുകൾ അവരുണ്ടാക്കുന്ന പ്രശ്നം കൊണ്ട് അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ്. ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന അഭിപ്രായം പറയുന്ന അവരൊക്കെ പോലും ഇത് കാണാതെ ഈ പറയുന്ന തീവ്രവാദികളുടെ വോട്ടുകൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ഈ പറയുന്ന ആളുകൾ മുഴുവൻ നിൽക്കുന്നത്. ഇതിൽ നിന്നൊക്കെ മാറി ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കേരളം ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ശ്രീലങ്കയേക്കാൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളത്. ഇതൊക്കെ മാറ്റുവാൻ ഇന്ത്യ ഇന്ന് ലോകത്തിലെ തന്നെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. ഈ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യ മാറിയതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. ഇത് ഇന്ത്യക്കാരനൊരു പാസ്പോർട്ടുമായി നമ്മുടെ ഈ ലോകത്തിൽ എവിടെ ചെന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ഇന്ത്യൻ എന്നുള്ള നിലയ്ക്കുള്ള അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയെ അദ്ദേഹം മാറ്റി. അതുപോലെ വ്യവസായ രംഗത്തും വലിയ മാറ്റങ്ങൾ, മേക്ക് ഇൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള പദ്ധതികൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം പടവലങ്ങ പോലെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് MP-മാരുണ്ടാകണം. നമുക്കറിയാം കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് 10 വർഷക്കാലം കൊണ്ട് കേരളത്തിന് നൽകിയത് ഏതാണ്ട് 50,000 കോടി രൂപയാണ്. ഇന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് NDA സർക്കാർ നൽകിയത് 1,48,000 കോടി രൂപയും. അത്രയും സമ്പത്തുകൾ നൽകിയിട്ടും അത് വകമാറ്റി ചെലവാക്കിയോ അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഹൈവേകളും മറ്റുമല്ലാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരിട്ട് നടപ്പിലാക്കിയ പ്രോജക്റ്റുകളല്ലാതെ കൃത്യമായി അതുപോലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഈ ഗവൺമെന്റ് കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാളുകളായി ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ ഇടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയുണ്ടായത്. അതിന് ഈ പറയുന്ന 2 കക്ഷികൾ ഉത്തരവാദികളാണ്.